മലബാർ മേഖലയിൽ പോലീസിന് കൃത്യമായ ഉറവിടം കിട്ടാതെ ഏറെ കുഴക്കിയതാണ് കുഴൽപ്പണത്തിന്റെ ശൃംഖല. പലപ്പോഴും പിടിയിലാകുന്നത് പണം കൈമാറാൻ കൊണ്ടുപോകുന്ന ചെറുമീനുകൾ മാത്രം. വർഷങ്ങളായി മലപ്പുറം, പെരിന്തൽമണ്ണ, കോഴിക്കോട്, മുക്കം, കൊടുവള്ളി, താമരശ്ശേരി ഭാഗങ്ങളിൽ കുഴൽപ്പണത്തിന്റെ ഒഴുക്കാണ്. 3 മാസത്തിനിടെ വടകര മേഖലയിൽ നിന്ന് മാത്രം പിടികൂടിയത് 50 ലക്ഷത്തിലേറെ കുഴൽപ്പണമാണ്. ബസ്സുകളിലും ട്രെയിനുകളിലുമായാണ് പ്രധാന കടത്ത്. വലിയൊരു ശൃംഖല തന്നെ ഇത്തരം ഹവാല ഇടപാടുകളിൽ പ്രവർത്തിക്കുന്നു. കൊടുവള്ളി മേഖലകളിൽ കോടിക്കണക്കിന് രൂപ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരം. ഗൾഫിലുള്ള ഏജന്റിന് പ്രവാസികൾ പണം കൈമാറുമ്പോൾ തത്തുല്യമായ തുക ടാക്സ് വെട്ടിച്ച് കേരളത്തിലെ വീടുകളിലും പറഞ്ഞ സമയത്ത് എത്തിച്ചു നൽകുന്നതാണ് ഒരു രീതി. മുംബൈ ആസ്ഥാനമാക്കിയാണ് ഇവരുടെ പ്രവർത്തനം. ഉപയോഗിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് 1000-500 നോട്ടുകളാണ് കുഴൽപ്പണ ഇടപാടുകാരും ഉപയോഗിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് 1000-500 നോട്ടുകൾ അസാധുവാക്കിയതോടെ സംസ്ഥാനത്തെ കുഴൽപ്പണ ശൃംഖലയ്ക്ക് തന്നെ കുറച്ചു കാലത്തേക്ക് കൂട്ടുവീഴുമെന്നുറപ്പ്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ വീടുകളിലെത്തി കൈമാറാൻ ഏജന്റുമാർ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ വാങ്ങാൻ വിസമ്മതിച്ചു. ബാങ്കുകളിൽ പണത്തെക്കുറിച്ചുള്ള രേഖകൾ കാണിക്കണമെന്നിരിക്കെ കോടികളുടെ പണം മൂല്യമില്ലാതെ ചുറ്റിത്തിരിയുകയാണ്. 2 കേസുകളിലായി 2 കോടിയോളം രൂപയാണ് മലപ്പുറത്തു നിന്നും പിടികൂടിയത്. മലപ്പുറത്തിനും കോഴിക്കോടിനും പുറമെ വയനാടും കുഴൽപ്പണത്തിന് കാര്യമായ വേരോട്ടമുള്ള സ്ഥലമായി. ഹവാല ഇടപാടുകാർക്ക് കിട്ടിയ ഇരുട്ടടിയാണ് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ നടപടി. കുറച്ചു കാലത്തേക്കെങ്കിലും കുഴൽപ്പണത്തിനെ പൂർണ്ണമായും അമർച്ച ചെയ്യാൻ സാധിക്കുമെന്ന് നിസ്സംശയം പറയാം. ക്യാമറമാൻ ജിതേഷിനോടൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്.